ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? ഒരുപാട് നിലവിളിക്കണമെന്നില്ല, പടച്ചവനെ ആരെങ്കിലും കേൾക്കണമെന്നില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനങ്ങളെ കടന്നു വരികയാണ്. മൂസാ നബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴയില്ലാതെ വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ എല്ലാ ഭൂമി മുഴുവനും മണ്ടതാ വറ്റുവരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മഴ കിട്ടുന്നതിന് വേണ്ടി എന്ന് ദുആ ചെയ്യടൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ബനൂ ഇസ്രായേലിന്റെ ജനത വന്നിട്ട് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹുവിനോട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ദിവസം അങ്ങനെ നിശ്ചയിക്കുകയാണ്. പടച്ചവനെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വന്നു. എല്ലാവരും അവിടെ കടന്നു വരികയാണ്. പടച്ചവനെ ചരിത്രം പറയുന്നത് 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. അവര് മുഴുവനും അല്ലാഹുവേ മൂസാ നബിയുടെ മുന്നിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി അലൈഹിസ്സലാം 70,000-ഓളം വരുന്ന ജനങ്ങളെ സാക്ഷിയാക്കി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അവിടെ ദുആ ചെയ്തു, അല്ലാഹ് മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു റബ്ബേ, മഴ തരണേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ച റബ്ബേ മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്തു. പടച്ചവനെ ആകാശത്തൊരു ഒരു കാർമേഘവും കാണുന്നില്ല, മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്തു, അല്ലാഹ് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. പടച്ചവനെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട്, പ്രായമുള്ളവരുണ്ട്, യാത്രക്കാരുണ്ട്. പടച്ചവനെ ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ട്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്യുകയാ. ഒരടയാളവും കാണുന്നില്ല. മൂസാ നബി മൂന്നാമതായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടു അവിടെ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. അവിടുന്ന് പ്രവാചകൻ ഇബ്രാഹിം മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരികയാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്ന മൂസ നബിയേ, ദുആ അല്ലാഹു സ്വീകരിക്കൂല, ദുആ അല്ലാഹു സ്വീകരിക്കൂല, മഴ പെയ്യൂല നബിയേ. മൂസാ നബി അവിടെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദുആ സ്വീകരിക്കാത്തത്? പറയുന്ന നബിയേ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. 40 വർഷമായിട്ട് പടച്ചവനോട് നന്ദികേടുകൾ കാണിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ഈ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. ജിബ്രീൽ എന്ന മലക്ക് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, പടച്ചവനെ തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ വിളിച്ചിട്ട് മൂസാ നബി അവിടെ നിന്ന് പറയുകയാ, 40 വർഷക്കാലമായി പടച്ച റബ്ബിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്നവനാണ്, അല്ലാഹനെ മറന്ന് നടക്കുന്നവനാണ്, അല്ലാഹനെ വഴി പോകാ
മറന്നു നടക്കുന്ന വൃത്തികെട്ടവനാരാ? അവരും പരസ്പരം ഇങ്ങനെ നോക്കുമ്പോ 40 കൊല്ലമായി പാപം ചെയ്തുകൊണ്ട് നടന്ന മനുഷ്യൻ അതേ സദസ്സിലിരിപ്പുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അവനും ഇരിപ്പുണ്ട്. കുറിച്ചാണല്ലോ പറയുന്നത്. ജനങ്ങളെ മുഴുവനും എന്നെ തിരിച്ചറിയുമല്ലോ നാണം കെടുമല്ലോ പടച്ചവര്. ആ മനുഷ്യനതാ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അവിടെ നിന്ന് മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് പാപമാ. ഇന്ന് വരെ നിന്നോട് നന്ദികേട് കാണിച്ചവനാണ് ഞാൻ. അംഗീകരിക്കുന്ന തമ്പുരാന് ചെയ്തു പോയ പാപം മുഴുവനും ഞാൻ ഏറ്റുപറയുന്ന തമ്പുരാന്. അല്ലാഹുവേ, നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഞാൻ ഏറ്റുപറയുകയാ. ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എനിക്ക് പുറത്തു തരണേ അല്ലാ. എന്റെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നു മുതൽ നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ തമ്പുരാന്. എന്റെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാന്. ആ മനുഷ്യനാ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ചറപ്പിനോട് പറയുകയാണ്. അവിടുന്ന് തൗബ ചെയ്യുകയാണ്, അവിടുന്ന് തൗബ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിനോട് പശ്ചാത്തപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ്. പെട്ടെന്നാണ് കാർമേഘം കടന്നു വന്നത്. പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യുകയാണ്. ജനങ്ങൾ മുഴുവനും വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അവിടുന്ന് പറഞ്ഞു, മൂസാ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്ത, ആ മനുഷ്യനെ തൗബ ചെയ്ത സന്തോഷത്തിൽ ഒന്നാമത്തെ പ്രതിഫലം. ഇന്നീ സദസ്സിൽ നിന്നുകൊണ്ട് ആരെങ്കിലും അവസാനം അവിടെ ദുആ ചെയ്യുന്ന സമയത്ത് കരയാ മനസ്സു കാണിച്ചാൽ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരങ്ങാണ് താഴെ വീണ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. വാപ്പാ, നിനക്ക് ഇതിനെക്കാളും പ്രതിഫലം എന്തേ വേണ്ടത്? ഇത് പള്ളി കെട്ടിക്കൊടുത്തവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല. പടച്ചവനെ 5 നേരം നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലമല്ല. പടച്ചവനെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലമല്ല. പിന്നെ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? യാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മരണത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ മഹ്ശറയെ കുറിച്ചോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആലോചിച്ചുകൊണ്ട് അവന്റെ കണ്ണൊന്നു നിറഞ്ഞാൽ, അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ, റസൂലുള്ളാഹി പറയുകയാണ്, അവനെ നരകത്തിലിട്ടാ തൊടൂല സഹാബ. നരകത്തിന്റെ തീയവനെ തൊടൂല, നരകത്തിന്റെ തീയവനെ തൊടൂല. ഏതുവരെ എന്നറിയുമോ? ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ.
എന്നിട്ട് പ്രവാചകൻ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. പടച്ചവനെ കരഞ്ഞവനുണ്ടല്ലോ, ആ നരകത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ മനുഷ്യനെ നരകത്തിന്റെ തീ തൊടൂല. എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. പടച്ചവനെ പശുവിനെ പാല് കറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഒട്ടകത്തിന്റെ പാല് കറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആ പാലിങ്ങനെ കറന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ആ പാത്രത്തിലേക്ക് വീണ പാല് ഒരിക്കലും തിരിച്ചു പോകൂല. തങ്ങൾ പറഞ്ഞ ഉദാഹരണം, ഒട്ടകത്തിന്റെ പശുവിന്റെ പാല് അകടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വന്നു വീണു. ആ പാത്രത്തിൽ വീണ പാല് പിന്നെ ഒരിക്കലും മുകളിലേക്ക് ആ പശുവിന്റെ അകടിലേക്ക് തിരിച്ചു പോകൂല. ആ പോകാത്ത കാലത്തോളം അല്ലാഹുവേ പടച്ചറപ്പിനെ ഓർത്ത് കരഞ്ഞവനുണ്ടല്ലോ, ആ കണ്ണിന്റെ ഉടമയ നരകത്തിന്റെ തീ തൊടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എല്ലാവരും ചിരിയും കളിയും തമാശയുമായി നടക്കുകയാണ്. ഒരാൾക്കും ഓർമ്മയില്ലല്ലോ മരണത്തെ കുറിച്ച്. ആരാ ഓർക്കുന്നത്? പടച്ചവനെ ചിരിയും കളിയുമായിട്ട് ഞാനും നിങ്ങളും നടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, സഹാബാ ചിരിക്കല്ലേ സഹാബാ. വല്ലാതെ ചിരിക്കുന്നവരോട് റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? ഞാനും നിങ്ങളും പല സ്ഥലങ്ങളിലും വല്ലാത്ത ചിരിയും കളിയുമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 6 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിക്കാൻ പാടില്ല. 6 സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിക്കരുത്. ആരെങ്കിലും 6 സ്ഥലങ്ങളിൽ പല്ലുവിളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ചാ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അവന്റെ തല പട്ടികയുടെ തല പോലെയാ. അവന് പട്ടികയുടെ തലയുമായിട്ടാണ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമേതെന്നറിയുമോ വാപ്പാ? എടാ ചെറുപ്പക്കാരാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പട്ടികയുടെ കോലത്തിൽ കടന്നു വരുന്ന വിഭാഗമാരെന്നറിയുമോ? 6 സ്ഥലങ്ങളിൽ ചിരിച്ചവരാ. 6 സ്ഥലങ്ങളിൽ ചിരിച്ചവരാണ്. 6 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവേ, മയ്യത്ത് ഖബറടക്കുന്ന ഖബർസാനുണ്ടല്ലോ. ജനാസ കൊണ്ടുവരുമ്പോ, ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ പുറകിൽ നിന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്നവരുണ്ട്. ചിരിക്കല്ലേ ചെറുപ്പക്കാരാ, ചിരിക്കല്ലേ വാപ്പാ. പടച്ചവനെ പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ആ ജനാസ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി 6 മണ്ണിന്റെ ഖബറിന്റെ അകത്തേക്ക് ആ മനുഷ്യന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്ന വാപ്പാ, അവിടെ നിന്ന് കൊണ്ട് തമാശ പറയുന്ന ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കുകയാണല്ലോ, അവിടെ നിന്ന് ചിരിക്കുകയാണല്ലോ. അത് ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമാണല്ലോ. അത് ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമാ. പള്ളിപ്പറമ്പിൽ നിന്ന് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 6 സ്ഥലങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞാ 40 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, പള്ളിപ്പറമ്പിൽ നിന്ന് നിനക്ക് രാഷ്ട്രീയം പറയാനോ കുടുംബകാര്യം പറയാനോ വിശേഷം അന്വേഷിക്കാനോ അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല പള്ളിപ്പറമ്പ്. അവിടെ നിന്നുകൊണ്ട് ചിരിക്കാനുള്ള സ്ഥലമല്ല പള്ളിപ്പറമ്പ്. അത് കരയാറുള്ള സ്ഥലമാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറാ
നീ കിടക്കും മറുകരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, മഹ്ശറ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, വിചാരണയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, പിന്നെ എന്തിനെ കുറിച്ച് പറയുമ്പോഴാണ്? ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറങ്ങാട് കണ്ടു കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കരയണം ബാപ്പാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു ചെല്ലുകയാണ്. മുത്തുനബിയേ, നന്നാകണം നബിയേ, ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം നബിയേ. ഈ സ്വഹാബി കള്ളുകുടിയനല്ല, നിസ്കരിക്കാത്തവനല്ല, ഖുർആൻ ഓതാത്തവനല്ല, ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്ന അബൂദറാണ്. ഇനി കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ മുത്തുനബിയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ ഒരു വഴി പറഞ്ഞു തരുമോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയുമോ? പള്ളിപ്പറമ്പിൽ പോകാരാ, ഖബർസ്ഥാനിൽ പോകാരാ. എടാ ചെറുപ്പക്കാരാ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കുമ്പോ ആ പള്ളിപ്പറമ്പിലെ മൈലാഞ്ചി ചെടികൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടടാ. നീ പലതും കേൾക്കുന്നില്ലല്ലോ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് തമാശ പറഞ്ഞു ചിരിക്കുന്നവരോട് നിനക്കറിയുമോ? നിനക്ക് നാവുള്ളതുപോലെ എനിക്ക് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഖബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. ഇന്ന് വിശ്വസിക്കാൻ നിനക്ക് മടിയാണെങ്കിലും, ഇന്ന് നിനക്ക് വിശ്വസിക്കാൻ മടിയാണെങ്കിലും നീ കേൾക്കും ചെറുപ്പക്കാരാ. ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട്, ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരോടെ കബറടക്കുന്നതിന് വേണ്ടി നിന്റെ ജനാസ ഈ പള്ളിയിൽ നിന്നിറക്കുമ്പോ ആ ഖബർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഈ ഖബർ ഓരോരുത്തരോടും സംസാരിക്കുകയാ, ഓരോ മനുഷ്യരോടും ഖബർ സംസാരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അവിടെ പോയി നിന്ന് ചിരിക്കല്ലേ, അവിടെ പോയി നിന്ന് കുടുംബകാര്യം പറയല്ലേ. അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ചിരിച്ചാ നാളെ പരലോകത്ത് പട്ടികയുടെ തലയുമായിട്ടാ കിടന്നു വരുന്നത്. അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും കുടുംബകാര്യം, ഈ ദുനിയാവിന്റെ കാര്യം ചർച്ച ചെയ്താ അവന്റെ 40 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിനക്ക് കരയാൻ കഴിഞ്ഞാൽ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തല്ലോ, ഒരുപാട് നന്ദികേടുകൾ ചെയ്തു പോയല്ലോ, പാപങ്ങളുടെ കണക്കെനിക്കറിയില്ലല്ലോ. ഹസിബൂ ഖബല അൻ തുഹാസബൂ. നാളെ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവര് കരയാ കഴിയുമോ? അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? നരകമോചനമാണ്, നരകമോചനമാണ്. റമളാനിന്റെ അവസാനത്തെ 10 ദിവസം കടന്ന് നിലവിളിക്കുന്നവര് നിനക്ക് നരകമോചനം തരാമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തീയുടെ വലിപ്പം പറയുമ്പോ നിനക്ക് വിശ്വസിക്കാവല്ലാത്ത മടിയാണല്ലോ. ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദേ എന്ന് കളിയാക്കുന്നവരുണ്ടല്ലോ. എടാ വിശ്വസിക്കണ്ടടാ ചെറുപ്പക്കാരാ. പക്ഷേ നീ വിശ്വസിക്കുന്ന ഒരു ദിവസമുണ്ടടോ, ഈ പറയുന്ന നരകം ഈ ഭൂമിയിൽ എവിടെയാണെന്ന് കളിയാക്കി ചോദിക്കുന്നവര് നിനക്ക് ബുദ്ധി കൂടിയത് കൊണ്ടാ നീ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ നാളെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹ് പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, വൈദാ
റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മളൊക്കെ നിൽക്കുമ്പോൾ അതാ പടച്ചവനെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ വലിച്ചടച്ചു കൊണ്ടുവരികയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ വലിച്ചടച്ചു കൊണ്ടുവരികയാ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? 70,000 ചങ്ങലകളിൽ കെട്ടികെട്ടാ കൊണ്ടുവരുന്നത്. ആ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് 70,000 ചങ്ങലയിലാ. ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയുമോ? ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയുമോ? ഈ ദുനിയാവിനെക്കാളും വലുതാ. അതുപോലെയുള്ള 70,000 ചങ്ങലകള്, ഒരു ചങ്ങലയിലെ 70,000 മലക്കുകള്, എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നരകത്തെ ഇങ്ങനെ വലിച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ സിറാജ് കാണുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കാണുകയാണ്. അന്നാ ചെറുപ്പക്കാർ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുകയാണ്, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. കണ്ടു റബ്ബേ, ആ നരകം ഞങ്ങളെ കണ്ടു റബ്ബേ, ആ നരകത്തിന്റെ വലിപ്പം ഞങ്ങളെ കണ്ടു റബ്ബേ, ആ നരകത്തിന്റെ തീ ഞങ്ങളെ കണ്ടു റബ്ബേ. അബ്സറിനാ വസമിഅനാ, അത് കടന്ന് വിളിക്കുന്നത്, അത് കടന്ന് അട്ടഹസിക്കുന്നത്, അതിന്റെ ശബ്ദം ഞങ്ങളെ കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം തരണേ അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീടാറ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊന്ന് കരയാൻ കഴിയുമോ? അങ്ങനെ കരഞ്ഞാൽ ലാ യലിജുന്നാറ ബകാമിൻ ഖസിയത്തില്ലാഹ്, നരകത്തിന്റെ തീ നിന്നെ തൊടില്ല വാപ്പാ. ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്ത പെങ്ങളാണെങ്കിലും പൊന്നുമോള്, നിനക്ക് അല്ലാഹുവോടൊന്ന് കരയാൻ പറ്റുമോ? പടച്ചവനോടൊന്ന് കരഞ്ഞുകൊണ്ട് പറയാൻ കഴിയുമോ? റസൂലുള്ളാഹ് പറയുകയാണ്, കരയുന്നവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നരകമോചനം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്ന് നരകമോചനമാണ്, ഒന്ന് നരകമോചനമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി വറജുലൻ ദക്കറല്ലാഹു ഖലിയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോൾ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും നാളെ എഴുന്നേറ്റ് വരികയാണ്. ഭൂമിയിലടിയിൽ നിന്ന് ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ. അത് വല്ലാത്ത ഒരു രംഗമാണ്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ. അല്ലാഹുവേ, പല പല വിഭാഗങ്ങളായിട്ട് ജനങ്ങൾ മുഴുവനും നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉടുതുണിയില്ലടാ പൊന്നുമോന്, നഗ്നനായിട്ടാണ് കടന്നു പോകുന്നത്. അല്ലാഹുവേ, ചെരുപ്പില്ലാതെയാണ് കടന്നു പോകുന്നത്. നിൽക്കുന്നത്
ചെമ്പിന്റെ തറയിലാ. എടാ നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ഉദിച്ചിരുന്ന സൂര്യനുണ്ടല്ലോ, അത് അസ്തമിച്ചു പോയിട്ട് പോലും എന്റെയും നിങ്ങളുടെയും ശരീരം വിയർക്കുന്നല്ലോ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എങ്ങനെ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിലെ വസ്ത്രമില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഒരു ചാണ് മുകളിലാ. നമ്മുടെ തലയുടെ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. റബ്ബേ, പെങ്ങളെ ചോറ് തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? കറി കടന്ന് തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാളെ നിന്റെ തലച്ചോറ് തിളച്ചുരുകുകയാ. മഹാനായ തലബ ഉസ്താദ് പറയുകയാണ്, ചൂടുള്ള നാളുണ്ടേ ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ. വന്തോസ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. പടച്ചറപ്പേ, എടാ പൊന്നുമോനെ, മണ്ണിൽ നിന്ന് കട്ട വെട്ടിയെടുത്തിട്ട് അത് കൊണ്ടുപോയി അടുക്കി വെച്ചിട്ട് പഞ്ചവറകിട്ടിട്ടത് അതാ കളറ് മാറ്റുന്നതിന് വേണ്ടി കത്തിക്കുന്ന ചൂളയുണ്ടല്ലോ, അതൊന്നുമല്ലടാ ചെറുപ്പക്കാരാ. കാളവണ്ടി ഇങ്ങനെ ചുമട് വലിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ വായിൽ നിന്ന് പതയുന്നൊരയും ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. നാളെ പരലോകത്ത് ജനങ്ങള് കടന്നു വരുന്നത് അങ്ങനെയാണ്. അല്ലാ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ പറയുമല്ലോ പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഒരിക്കലും നീ എങ്ങനെ പറയരുത്. പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ അംശം മാത്രമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രസവത്തിന് വല്ലാത്ത വേദനയുണ്ടല്ലോ. ആ വേദന നിങ്ങൾ അറിഞ്ഞതാണല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ചത് മറന്നുപോയില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയില് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല ഉമ്മ. മരണവേദനയാണെന്ന് നീ പറഞ്ഞ വേദനയുണ്ടല്ലോ, അന്നത്തെ ദിവസം അറിയാതെ ഒരു പെണ്ണങ്ങ് പ്രസവിച്ചു പോവുകയാണ്. അവൾക്കറിയുക പോലുമില്ല. അതാണ് ആ ദിവസത്തെ ഭയാനകത. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവ് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ കണ്ടാലും കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ. ഒരാളും നിന്നെ സഹായിക്കൂല, ഒരാളും കണ്ട പരിചയം കാണിക്കൂല. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴെയല്ലാതെ ഒരു തണലില്ല. അല്ലാഹുവിന്റെ അർശിന്റെ താഴെയല്ലാതെ ഒരു തണലില്ലാത്ത ദിവസമാണ് മഹ്ശറ. അന്ന് പടച്ചവനെ ചിലരെ തിരഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് അർശിന്റെ താഴ്ഭാഗത്തെ തണലിൽ നിർത്തുകയാ. അതിലൊരു വിഭാഗം ആരെന്നറിയുമോ? അതിലൊരു വിഭാഗം ആരെന്നറിയുമോ? ഹജ്ജിന് പോയവരല്ല, ഉംറ ചെയ്തവരല്ല, വഅദ് പറയുന്നവനല്ല, വഅദ് കേൾക്കാൻ പോയവനല്ല. പിന്നെ ആരെന്നറിയുമോ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി. റസൂലുള്ളാഹി തങ്ങളെ 7 വിഭാഗത്തപടം എണ്ണി പറഞ്ഞല്ലോ. 7 വിഭാഗത്തപടം എണ്ണി പറയുകയാണ്. വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവനുണ്ടല്ലോ.
ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു അർശിന്റെ താഴെ ഒരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ കരയാൻ കഴിയണം പെങ്ങള്, കരയാൻ കഴിയണം പെങ്ങള്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കരയുകയാണ്. സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മമാരുണ്ട്. പടച്ചവനെ, മരണത്തിന്റെ പല അടയാളങ്ങളും വന്നു കഴിഞ്ഞ പടച്ചവരെ, ഒരുപാട് പ്രായം ചെന്ന 50, 60, 70 വയസ്സുള്ള ഉമ്മ വരെ ഇന്ന് റിമോട്ടും പിടിച്ചുകൊണ്ട് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുകയാ. പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന സീരിയലിലെ നടിയായ പെണ്ണ് കരയുന്നത് കണ്ടാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കൂടെ കരയുകയാ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർക്കാത്തത്, മരിക്കണമെന്നുള്ള ബോധം നിനക്ക് കടന്നു വരാത്തത് എന്തേ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാര് പണ്ടൊക്കെ പെണ്ണുങ്ങളെ മാത്രമേ സീരിയൽ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പൊ ബാപ്പമാരും തുടങ്ങിയിരിക്കുകയാണ് ഭാര്യയുടെ കൂടെ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ട് കരയുന്ന ബാപ്പാ. എന്തേ നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരാത്തത്? ഖബറിനെ കുറിച്ച് ഓർമ്മ വരാത്തതെന്ത്? മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ വരാത്തതെന്ത്? ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പടച്ചറപ്പ് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ, അതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ. എന്തേ ആലോചിക്കാത്തതെന്ത്? എന്തേ അതിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? നിന്നെക്കാലം പ്രായം കുറഞ്ഞ പലരും ഖബറിലെത്തിയില്ലേ? നിന്റെ കൂടപ്പിറപ്പുകൾ പോയില്ലേ? നിന്റെ മാതാപിതാക്കള് പോയില്ലേ? എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങള് മരിച്ചു പോയില്ലേ? അവരുടെ മയ്യത്തുകളും നീ തന്നെയല്ലേ കൊണ്ട് ഖബറടക്കിയത്? എന്നിട്ടും നിനക്കെന്തേ മരണചിന്ത കടന്നു വരാത്തത്? അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കടന്നു വരാത്തത്? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ കരയണേ സഹാബാ. ആ കണ്ണീര് വെറുതെയല്ല, ആ കണ്ണീര് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സീരിയലിന്റെ നടിമാരെ മുഴുവനും നീ എങ്ങും മറന്നു കളയൂ. എന്നിട്ട് ചരിത്രങ്ങളിലേക്ക് കടന്നു പോകൂ. ആരാണ് ഫാത്തിമയാരാ, ആയിഷയാരാ, നഫീസയാരാ, മൈമൂനയാരാ, ഖദീജയാരാ? പെങ്ങളെ, അവരുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്ക് പെങ്ങളെ. ഒരുപാട് സ്വഹാബി വനിതകളുടെ ചരിത്രം നിനക്കറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് പഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരാ, നിനക്ക് പഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരാ. അല്ലാഹുവേ, നിനക്ക് പഠിക്കാൻ ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുന്ന എത്ര പെണ്ണുങ്ങളാണുള്ളത്? നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നു ഉമ്മ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയിട്ടാണ് അവിടെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഇങ്ങനെ ഓതി കൊടുത്തിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പ്രഭാഷകൻ പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. അവിടുന്ന് തളർന്നങ്ങ് താഴെ വീഴുകയാണ്. പടച്ചവനെ, പ്രഭാഷണം കേൾക്കാമെന്ന് എല്ലാവരും പിരിഞ്ഞു പോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് ഓടുകയാ. പടച്ചവനെ, തന്റെ വീട്ടിലേക്ക് എഴുന്നേറ്റ് ഓടുകയാണ്. തന്റെ വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് അങ്ങ് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്തങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആരും കാണാതെ പാതിരാത്രി തന്റെ വീടിന്റെ അകത്ത് ഖബറ് കുഴിക്കുകയാ. ഒരാളും അറിയാതെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറ് കുഴിക്കുകയാണ്. എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. പകല് മുഴുവനും നോമ്പ് പിടിച്ചു,
പകല് മുഴുവനും നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രി ആരും കാണാതെ വീടിന്റെ അകത്ത് ഖബർ കുഴിക്കുകയാണ്. പടച്ചവരെ നഫീസ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഖബർ കുഴിച്ചു കഴിഞ്ഞപ്പോ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിഞ്ഞപ്പോ അവിടെ ഉദ്ഘാടനം ചെയ്യണമല്ലോ. നഫീസത്തുൽ മിസ്രിയ വുളുവെടുത്തിട്ട് ഓടി വരികയാ. അല്ലാഹുവേ വീടിന്റെ അകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. ചരിത്രം പറയുകയാണ് 10,000-ഓളം റക്അത്ത് നഫീസത്തുൽ മിസ്രിയ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുകയാ. അതുമാത്രമല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖത്തമോദാ തുടങ്ങുകയാ. റജബ് മാസം തീരുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മയോട് ചോദിക്കുകയാ, ഒരെണ്ണം ഓതിയിട്ടുണ്ടോ ഉമ്മ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ റജബ് മാസത്തിൽ നിനക്കൊന്ന് തുറന്നു നോക്കാൻ, ഒരു 10 സൂറത്തൊന്ന് പാരായണം ചെയ്യാൻ, ആ സൂറത്ത് യാസീനെങ്കിലും ഒന്ന് തുറന്നു വെച്ചോതാ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ പോലെ വികാര വിചാരമുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള പച്ചയിറച്ചിയുള്ള നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 ഖത്തമോദിയും 4000 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? ഒരായത്ത് ഓതിക്കഴിഞ്ഞാ നഫീസ കരയുകയാണ്, ബോധം കെട്ട് വീഴുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് ഓതി കഴിയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്ത് തളർന്നു വീഴുകയാണ്. അവിടുന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്ത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഓതിയാ പിന്നെ നഫീസ ബോധം കെട്ട് വീഴുകയാ. അവിടുന്ന് ചരിത്രം പറയുകയാണ്, എല്ലാ ദിവസവും നോമ്പുകാരിയാണ്, എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലല്ലോ. എന്ത് സുന്ദരിയാണെന്നറിയുമോ? നഫീസത്തുൽ മിസ്രിയയ്ക്ക് വല്ലാത്ത ഗ്ലാമറായിരുന്നു. പടച്ചവനെ, മുഖത്തുള്ള തുലികളെല്ലാം കറുക്കുകയാണ്, കണ്ണിന്റെ കാഴ്ചയെന്ന് കുറയുകയാണ്. മുഴുവനും കടന്നു വന്നിട്ട് പറഞ്ഞു, നഫീസ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നിനക്കും ഉറങ്ങിക്കൂടെ നഫീസ? എന്തിനാ ഉറക്കമൊടിയുന്നത്? എന്തിനാണ് എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? അല്പസമയം നിനക്കൊന്ന് കിടന്നുറങ്ങിക്കൂടെ? എന്തെങ്കിലും നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കുടുംബക്കാരും എന്ന് പറയുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 30 വർഷക്കാലമായി ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ അകത്ത് ഈജിപ്തിൽ കിടക്കുന്ന നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹ്ദി ഉണ്ടല്ലോ, പടച്ച റബ്ബിനോട് 30 വർഷക്കാലം അവിടുന്ന് ദുആ ചെയ്തത്, അല്ലാഹുവേ രണ്ട് കാര്യങ്ങളാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ. ഒരു പെണ്ണിന്റെ 30 വർഷത്തെ ആഗ്രഹമാണ്. 2, ഖുർആൻ ഓതി മരിക്കണമല്ലാ. വന്ന കുടുംബക്കാര് മുഴുവനും അതുപോലെ തിരിച്ചു പോവുകയാ. അവസാനം നഫീസത്തുൽ മിസ്രിയുടെ മരണം അടുത്തു വന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അടുത്തു വന്നു. അവിടുന്ന് നല്ലതുപോലെ കുളിക്കുകയാണ്, മനോഹരമായി കുളിച്ചു.
പുഷ്പം തുണിയെടുക്കുകയാ, എന്നിട്ട് കഫം തുണിയെടുക്കുകയാ, സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് പോയിട്ട് റളിയല്ലാഹു തആല കിടക്കുകയാണ്. അല്ലാഹുവേ, അതാ വരുന്ന മലക്കുൽ മൗത്ത് പറയുന്ന മലക്ക് കടന്നു വരികയാ. 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് നോമ്പുകാരിയായിട്ട് മരിക്കണമെന്നാണ്. പെങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. നോമ്പുകാരിയായിട്ടാണ് മരിച്ചത്, നോമ്പുകാരിയായിട്ടാണ് മരിച്ചത്. അത് അല്ലാഹുവിനോട് 30 കൊല്ലം ദുആ ചെയ്തിട്ട് പടച്ചറപ്പ് കൊടുത്തതാ. അല്ലാഹുവേ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? ഖുർആനോദി മരിക്കണമെന്നാണ്. ഖുർആനോദി മരിക്കണമെന്നാണ്. റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനെ കുറിച്ച് പറയുന്ന ആയത്ത് ഓതിയിട്ടാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ അവിടെ ലോകത്തോട് യാത്ര പറഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബറിന്റെ അകത്ത് കിടന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ടാണ് നഫീസത്തുൽ മിസ്രി അവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നാളെ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ കിടന്ന ജനങ്ങൾ മുഴുവൻ നിലവിളിക്കുന്ന ദിവസത്ത് 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കള് പടച്ചറപ്പിന്റെ അദാബ് കൊണ്ട് നിറച്ച പരലോകത്ത് വെച്ചിട്ട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ, ചൂട് സഹിക്കാതെ കഴിയാതെ വരുമ്പോ ആ മക്കൾ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ ഉമ്മാനമൊന്ന് മലത്തി കിടത്തി താ, എന്റെ ഉമ്മാനമൊന്ന് മലത്തി കിടത്തി താറപ്പേ, നെഞ്ചത്ത് കേറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാഹ്, കാല് പൊള്ളുന്ന റബ്ബേ, കാല് പൊള്ളുന്ന റബ്ബേ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് നമ്മുടെ പൊന്നാര മക്കൾ പടച്ചവനോട് പറയുകയാണ്, പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കാണുമ്പോ മോനെ കരളേ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ട് കിടന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, അവർ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് എന്റെ വാപ്പാടെ നന്മയെടുത്ത് എനിക്കിതാ, എന്റെ വാപ്പയുടെ നന്മകളെടുത്ത് എനിക്കിതാ, എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ അല്ലാഹ്, എനിക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാഹ് എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഭയാനകമായ ദിവസത്തില് അല്ലാഹുവിന്റെ അർശിന്റെ താഴെയല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസത്തില് ആ അർശിന്റെ താഴെ അല്ലാഹു 7 വിഭാഗത്തിന് സ്ഥാനം കൊടുക്കുമല്ലോ. അതിന് ഒരു വിഭാഗം ആരെന്നറിയുമോ? കരഞ്ഞവരാ, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവരാ, മരണത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞവരാ, ഖബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവരാ, നരകചിന്ത വന്നിട്ട് കരഞ്ഞവരാ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് ഓർത്തിട്ട് കരഞ്ഞവരാ, അവർക്ക് നാളെ അർശിന്റെ താഴെ ഒരു സ്ഥാനം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രതിഫലം നാളെ അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു ഒരു സ്ഥാനം നൽകും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.